വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 23 പേർക്ക് പരിക്കേറ്റു. ഗാൻസും പ്രവിശ്യയിലെ ഡിക്സി നൈറ്റിനു കീഴിലുള്ള വെയ്യുവാനിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. പ്രദേശത്തെ വിനോദസഞ്ചാരത്തിനെത്തിയ നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. 174 പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഗാൻസു പ്രവിശ്യയിലെ ഷുവാങ് ഷിമൻ വിനോദസഞ്ചാര കേന്ദ്രം പ്രകൃതിദത്ത ശിലകൾക്കും മലനിരകളിൽ നിന്ന് വരുന്ന അരുവികൾക്കും പേരുകേട്ട സ്ഥലമാണ്. വേനൽക്കാലത്ത് വിനോദസഞ്ചാരത്തിനെത്തുന്നവരുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് ഷുവാങ് ഷിമൻ. പ്രദേശത്ത് പെയ്ത പെട്ടെന്നുള്ള കനത്ത മഴയാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമായത്. ഗാൻസുവിന്റെ മറ്റു ഭാഗങ്ങളിലും ചൈനീസ് സർക്കാർ കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നൌൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിനെ തുടർന്ന് തെക്കൻ ചൈനയുടെ പല ഭാഗങ്ങളും കനത്ത ജാഗ്രതയിലാണ്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ ഉൾപ്പെടാത്ത ഗാൻസുവിന്റെ ചില ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ഗാൻസു പ്രവിശ്യയിലെ ഡിക്സി സിറ്റിയിലുള്ള വെയ്യുവാൻ കൌണ്ടിയിലാണ് പ്രകൃതി ദുരന്തമുണ്ടായത്. വേനൽക്കാല അവധിക്കാലമായതിനാൽ നിരവധി വിനോദസഞ്ചാരികളും ക്യാമ്പർമാരും ഇവിടുത്തെ പ്രകൃതിരമണീയമായ അരുവി പ്രദേശങ്ങളിലെത്തിയിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് അനുഭവപ്പെട്ട അതിശക്തമായ മഴയാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമായത്. അരുവിയോരങ്ങളിലും മലയോരങ്ങളിലുമുള്ള ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളിൽ വിശ്രമിക്കുകയായിരുന്ന വിനോദസഞ്ചാരികൾ പെട്ടെന്ന് കുത്തിയൊലിച്ചെത്തിയ പ്രളയജലത്തിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പെട്ടെന്നുണ്ടായ പ്രളയത്തിൽപ്പെട്ട അരുവിയോരത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും ടെന്റുകളും ഒലിച്ചുപോയി. ദുരന്തത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇങ്ങനെയാണ്. അടിയന്തര രക്ഷാസേന നടത്തിയ തീവ്രമായ തിരച്ചിലിനൊടുവിൽ 174 ആളുകളെ ദുരന്തമുഖത്ത് നിന്ന് സുരക്ഷിതമായി പുറത്തെത്തിച്ചു. 300 എമർജൻസി റെസ്ക്യൂ ഉദ്യോഗസ്ഥരും 60 അടിയന്തര രക്ഷാവാഹനങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചൈനയിലെ അടിയന്തര ദുരന്ത നിവാരണ മന്ത്രാലയം പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ കൂടുതൽ ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ബീജിംഗിൽ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ അകലെ ഗാൻസുവാലെ വേയുവാൻ കൌണ്ടിയിലുള്ള പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. പർവ്വതനിരകളും പുൽമേടുകളും നീരൊഴുക്കുമുള്ള ഈ പ്രദേശം വേനൽക്കാലത്ത് ക്യാമ്പിങ്ങിനും സാഹസിക വിനോദങ്ങൾക്കുമായി നിരവധി ആളുകൾ എത്തുന്ന ഇടമാണ്. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ വരണ്ട കാലാവസ്ഥയ്ക്ക് വിപരീതമായി മലയോര മേഖലയിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങിയ കനത്ത മഴയാണ് മലവെള്ളപ്പാച്ചിലായി രൂപാന്തരപ്പെട്ടത്. ചൈനയിൽ സാധാരണയായി ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. ചൈനീസ് അടിയന്തരഘട്ട ദുരന്ത നിവാരണ മന്ത്രാലയവും സ്റ്റേറ്റ് ഫ്ലഡ് കൺട്രോൾ വിഭാഗവും സംയുക്തമായി അടിയന്തര സംഘത്തെ ഗാൻസുവിലേക്ക് നിയോഗിച്ചു. പ്രദേശത്ത് കൂടുതൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആളുകളെ കൂടുതൽ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ദുരന്തമേഖലയിൽ വൻതോതിലുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രദേശത്തെ ഡ്രോണുകളും പ്രത്യേക പരിശീലനം ലഭിച്ച 300 ദുരന്ത നിവാരണ സേനാംഗങ്ങളും 68 അടിയന്തര വാഹനങ്ങളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനിടെ 2026 ചൈനയെ ബാധിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് നൌൾ. മണിക്കൂറിൽ 110 കിലോമീറ്ററിലധികം വേഗത്തിൽ വീശിയ കാറ്റും അതിശക്തമായ മഴയും വ്യാപക നാശനഷ്ട ഭീഷണി ഉയർത്തിയതോടെ ചൈന ഭരണകൂടം വൻതോതിൽ ദുരന്ത നിവാരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രളയഭീഷണി കണക്കിലെടുത്ത് 8 ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഗുവാങ്ഡോങ് ഉൾപ്പെടെ നിരവധി പ്രവിശ്യകളിൽ വെള്ളപ്പൊക്കത്തിനും ഏറ്റവും ഉയർന്ന മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഹോങ്കോങ്ങിനും ചുഴലിക്കാറ്റിന്റെ ശക്തമായ ആഘാതമുണ്ടായി. 350 വിമാനങ്ങൾ റദ്ദാക്കി. നിരവധി ട്രെയിൻ സർവീസുകളും ഫെറി സർവീസുകളും നിർത്തിവെച്ചു. നഗരത്തിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. ഗുവാങ്ഡോങ്ങിൽ നിന്ന് ഉൾനാടൻ മേഖലകളായ ഫുജിയാൻ, ജിയാങ്സി, ഹുനാൻ എന്നിവിടങ്ങളിലേക്കാണ് ചുഴലിക്കാറ്റ് നീങ്ങുന്നത്. അടുത്ത 2 ദിവസവും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് ചൈനയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മലപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും മണ്ണിടിച്ചിലിനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ചൈനയിൽ നിലവിൽ 1 പ്രവിശ്യകളിൽ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും രൂക്ഷമായ അവസ്ഥയിലാണ്. വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ മിന്നൽ പ്രളയത്തിന് പുറമെ രാജ്യത്തിന്റെ തെക്കൻ വടക്കു കിഴക്കൻ മേഖലകളിലും കടുത്ത പ്രളയക്കെടുതിയാണ് നേരിടുന്നത്. ചൈനയിൽ ഒരേ സമയം തെക്കൻ മേഖലകളിൽ ചുഴലിക്കാറ്റും പ്രളയവും വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും കാരണം വൻ സാമ്പത്തിക ജീവഹാനിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 40-ലധികം നദികളിൽ ജലനിരപ്പ് അപകടകരമായ അളവിന് മുകളിലാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.